ഇൻഡിഗോ വിമാന സർവീസുകളുടെ റദ്ദാക്കൽ ഇന്നും തുടരും. 10 ദിവസത്തിനുള്ളിൽ സ്ഥിതി സാധാരണ നിലയിലാകുമെന്ന് ഇൻഡിഗോ. അതേസമയം പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂടുതൽ ട്രെയിൻ സർവീസുകൾ നടത്താൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുകയാണ്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ്. ഇൻഡിഗോ ആകെപ്പാടെ പണി തന്നിട്ടിരിക്കുകയല്ലേ? എത്രയൊക്കെ വാദങ്ങൾ നിർത്തിയാലും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ മാത്രം അവരുടെ കയ്യിൽ ഒരു പരിഹാരവും ഇല്ല എന്നുള്ളതാണ്. എന്തുമാത്രം ആൾക്കാർ വലയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കമ്പനി പറയുന്നത്? അതിനിടയ്ക്ക് ചില സഹായമായിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അങ്ങ് രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലേ? ഗുഡ് മോർണിംഗ് പൂജ. പൂജയ്ക്ക് ഒരു നല്ല ദിവസമായിരിക്കട്ടെ. പക്ഷേ വിമാനയാത്ര നടത്തുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർക്കൊരു നല്ല ദിവസമല്ല, കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നും രാജ്യത്തെ ആകമാനം ഇൻഡിഗോ സർവീസുകളുടെ റദ്ദാക്കൽ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തേൻ്റെ അത്ര റദ്ദാക്കൽ ഉണ്ടാകില്ല എന്നും ഇൻഡിഗോ പറയുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് 1000-ലധികം സർവീസുകളായിരുന്നു റദ്ദാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് അത്രത്തോളം സർവീസുകൾ റദ്ദാക്കില്ല. ചില മേഖലകളിൽ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് ഇൻഡിഗോ പറയുന്നത്. ഇന്നലെ ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ചുള്ള നിബന്ധന DGCA പിൻവലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥിതി കുറച്ച് മെച്ചപ്പെടുമെന്ന് ഈ സിവിൽ വ്യോമയാന മന്ത്രാലയമൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇൻഡിഗോ അധികൃതർ പറയുന്നത് ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും എടുക്കും. ഈ 10 ദിവസം കൊണ്ട് മാത്രമായിരിക്കും ഇത് ഒരു പൂർവ്വസ്ഥിതിയിലെത്തുക എന്നാണ് പറയുന്നത്. ഇതിനിടെ DGCAക്ക് ഒരു കത്ത് ഈ പൈലറ്റുമാരുടെ സംഘടന നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇൻഡിഗോ തന്നെയാണ്. കാരണം ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ചുള്ള നിബന്ധന അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഡിഗോ ഇത്തരത്തിലൊരു വ്യാജമായ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കാരണമാണ് ഇപ്പോൾ രാജ്യത്ത് ആകമാനം ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായി ഇതേ സംബന്ധിച്ച അന്വേഷണം നടത്തണം. ഒരു കാരണവശാലും ഈ ഡ്യൂട്ടി സമയ നിബന്ധന പൂർണ്ണമായും പിൻവലിക്കരുത് എന്നും ഈ പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പൂജ പറഞ്ഞതുപോലെ തന്നെ ഈ വിമാനയാത്രക്കാരുടെയൊക്കെ പ്രതിസന്ധി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻഡിഗോ ഇങ്ങനെ ഒരു തത്വദീക്ഷയും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും വിമാനയാത്രാ കൂലിയിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരണമെന്ന് വെച്ചാൽ അവർക്ക് 40,000-50,000 കൊടുത്താൽ പോലും ടിക്കറ്റ് ലഭിക്കാത്തൊരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 130-ലധികം സർവീസുകൾ നടത്തുവാൻ വേണ്ടി ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് മുതൽ സർവീസുകൾ നടത്തും. സർവീസുകൾ ആരംഭിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും വിമാനയാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ എന്ന നിലയിലാണ് ഇന്ത്യൻ റെയിൽവേ ഇത്തരത്തിൽ ഈ അധിക ട്രെയിൻ സർവീസുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും ഈ ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധി തുടരുന്നതായിരിക്കും. ഇൻഡിഗോക്ക് മാത്രമല്ല, കാരണം സ്വാഭാവികമായിട്ടും ഇൻഡിഗോയുടെ വിമാനങ്ങൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ മറ്റ് വിമാന കമ്പനികൾ അവസരം മുതലാക്കി വലിയ തോതിൽ യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നിരക്കൊക്കെ ഇപ്പോൾ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത 4-5 ദിവസം കൂടിയൊക്കെ ഇതേ സ്ഥിതി തന്നെ പ്രശ്നം എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും വലിയ പരിഹാര നടപടികളൊന്നും തന്നെ ഉടൻ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. ശരി ബാലു, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് താഴ്ന്നപ്പോഴത്തേക്കും കുത്തനെ നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. അവസരമൊക്കെ കാര്യമായിട്ട് മുതലെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വിമാന കമ്പനികൾ. എന്ത് ചെയ്യാം? എന്തൊക്കെ പ്രശ്നമുണ്ടായാലും വലയുന്നതൊക്കെ യാത്രക്കാരാണ്. ഇനിയുള്ള കുറച്ച് ദിവസവും കൂടി ഈ പ്രശ്നം തുടരുന്നതായിരിക്കും. പെട്ടെന്നെങ്കിലും ഒന്ന് പരിഹാരം കണ്ടെത്തി തരൂ എന്നാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഓരോ ആൾക്കാരും പറയുന്നത്. ബി ബാലഗോപാലാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.